എങ്ങനെയാണ് നിതിൻ മരിച്ചത്? വെളിയിൽ നിന്ന് താഴോട്ട് ചാടി മരിക്കുകയായിരുന്നോ, അതോ ആരെങ്കിലും തള്ളിയിടുകയായിരുന്നോ, അതോ ആരെങ്കിലും അടിച്ചവശനാക്കിയ ശേഷം താഴോട്ട് എറിയുകയായിരുന്നോ? ഇത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം കേരള പോലീസിനുണ്ട്. മെറിറ്റിൽ ഡെന്റൽ കോളേജിൽ അഡ്മിഷൻ നേടിയ ഒരു യുവാവിനെ തെരുവ് പട്ടിയോട് ഉപമിക്കാൻ അവിടുത്തെ അധ്യാപകർക്കും എച്ച്ഒഡിക്കും ആരാണ് റൈറ്റ് നൽകിയത്? അതും അന്വേഷിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം കേരള പോലീസിനുണ്ട്. കേരളത്തിലെ ദളിത് വിദ്യാർത്ഥികളടക്കമുള്ള പാവപ്പെട്ട സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് ഈ സാഹചര്യമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടാകുന്നതെങ്കിൽ അത് ഒരു കാലത്തും വെച്ച് പൊറിപ്പിക്കാവുന്നതും അംഗീകരിക്കാവുന്നതുമല്ല. സിദ്ധാർത്ഥൻ മരിച്ചതിൻ്റെ മുറിവ് മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പോഴും ആളുകൾ സിദ്ധാർത്ഥനെ പറ്റി ചിന്തിക്കുമ്പോൾ കണ്ണുകൾ നിറയാറുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ എല്ലാവരുടെയും മനം വേദനിക്കാറുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ആ മുറിവ് ഉണങ്ങുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള സംഭവം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ അംഗീകരിക്കാനായിട്ട് സാധിക്കും? അന്ന് രാവിലെ 11 മണിക്ക് നിതിൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ സ്വന്തം പിതാവിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ വീട്ടിലേക്ക് വരുന്നതിന് വണ്ടിക്കൂലിക്ക് പണം അയക്കണമെന്ന്. അങ്ങനെ പണം അയക്കണമെന്ന് പറഞ്ഞ് വിളിച്ച ഒരു യുവാവ് എങ്ങനെയാണ് ഉച്ച കഴിഞ്ഞ് ആത്മഹത്യ ചെയ്യാനായിട്ട് പെട്ടെന്ന് തോന്നുന്നത്? എന്താണ് അവിടെ സംഭവിച്ചത്? ആത്മഹത്യയാണോ, അതോ ആരെങ്കിലും തള്ളിയിട്ടതാണോ, അതോ ആരെങ്കിലും അടിച്ചവശനാക്കിയ ശേഷം മേളിൽ താഴെ ഇട്ടതാണോ എന്നറിയാനായിട്ട് കേരളത്തിന് താല്പര്യമുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആർക്കെതിരെയും ഉണ്ടാകാൻ പാടില്ല. ഒരു ദളിത് വിദ്യാർത്ഥിയോട് ഇങ്ങനെയൊക്കെ പറയുന്ന അധ്യാപകർ ഏതെങ്കിലും ക്യാമ്പസിൽ, കേരളത്തിലെ ഏതെങ്കിലും ക്യാമ്പസിലുണ്ടെങ്കിൽ വർണ്ണവിവേചനം നടത്തുന്ന, ജാതി വിവേചനം നടത്തുന്ന, പാവപ്പെട്ട കുട്ടികളെ അധിക്ഷേപിക്കുന്ന, അതായത് അവൻ ഏതെങ്കിലും ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചിട്ടൊക്കെ ആയിരിക്കും അഡ്മിഷൻ എടുത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ പഠിച്ചിട്ടായിരിക്കും അവന് മെറിറ്റിൽ ഇങ്ങനെ അഡ്മിഷൻ നേടി വരുന്നത്. അവന് ചിലപ്പം ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ കാണും. ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മുഴുവൻ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് കാണിച്ച് അവനെ അപമാനിക്കാൻ നിങ്ങൾക്കാരാണ് അവകാശം തന്നത്? അവനെ പുച്ഛിക്കാൻ നിങ്ങൾക്കാരാണ് അവകാശം തന്നത്? ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകൾ ഉണ്ടാകുന്നുണ്ട്, ഈ തലമുറയിലും ഈ കാലത്തും ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നത് അത്ഭുതമുളവാക്കുന്ന ഒന്നാണ്. ഇനിയും ഇതുപോലത്തെ സംഭവങ്ങൾ, ഇനിയും സിദ്ധാർത്ഥന്മാരോ ഇനിയും നിതിന്മാരോ കേരളത്തിൽ ഉണ്ടാവരുത്. ഇനിയും വരുന്ന സർക്കാരെങ്കിലും ഈ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണമെന്ന് മാത്രം ഒരു അഭ്യർത്ഥനയാണ്.